മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില പാരാമീറ്ററുകൾ പരിചയപ്പെട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്ന ചില പാരാമീറ്ററുകളാണ്. ആ പാരാമീറ്ററുകളെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാരാമീറ്ററാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അടുത്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി വെക്ടർ, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, മാഗ്നറ്റിക് പെർമിബിലിറ്റി. അതിനുശേഷം നമ്മൾ പിന്നെ ഈ എല്ലാ പാരാമീറ്ററുകളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിലേഷൻസും ഡിറൈവ് ചെയ്യും. നമുക്ക് ആദ്യം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്. അപ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾ ഇരുമ്പ് പോലുള്ള മെറ്റീരിയലാണ്, അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഒരു മെറ്റൽ എടുത്തു, അതിപ്പോൾ അയണായിട്ട് വേണമെങ്കിൽ എടുക്കുന്നത് തെറ്റൊന്നുമില്ല, അയണാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഈ അയണിലേക്ക് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ തന്നെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു അയണിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അയണായിട്ട് എടുക്കുക. അയണിൻ്റെ ഒരു ബാറാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസൊക്കെ അറേഞ്ച്ഡ് ആവും. അറേഞ്ച്ഡ് ആയിട്ട് ആറ്റം എന്ന് പറയുന്നതിന് എന്തുണ്ട്, എല്ലാ ആറ്റങ്ങൾക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ചില മെറ്റീരിയൽ ആറ്റങ്ങൾക്ക് നാച്ചുറൽ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ആറ്റം എല്ലാം അറേഞ്ച്ഡ് ആവും. അങ്ങനെ അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും അറേഞ്ച് ചെയ്ത് വന്ന് നിൽക്കും. അപ്പോൾ ആ ചിത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നോർത്ത് സൗത്ത് എന്ന രീതിയിൽ ഈ ആറ്റങ്ങളെല്ലാം അറേഞ്ച്ഡ് ആവും. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഡൈപ്പോളുകൾ ഉണ്ടായി, മാഗ്നറ്റിക് ഡൈപ്പോളുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഈ മാഗ്നറ്റിക് ഡൈപ്പോളുകളുടെ അളവാണ് ശരിക്കും ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ക്വാണ്ടിഫൈ ചെയ്ത് മാത്തമെറ്റിക്കലായിട്ട് പറയുന്ന സമയത്ത് പറയും ഡൈപ്പോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ മാഗ്നറ്റൈസേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എം ആണ്. എം എന്ന് പറയുന്നൊരു വെക്ടർ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എം എന്ന് ചോദിച്ചാൽ എന്താണ്, വാട്ട് ഇസ് എം? അതായത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റ്, അതായത് ഡൈപ്പോൾ മൊമെൻറ്റുകൾ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്കൊരു യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് ഡൈപ്പോളുകൾ കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് ഡൈപ്പോളിൻ്റെ അളവാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു മാഗ്നറ്റാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഡൈപ്പോളുകൾ, എത്ര മാഗ്നറ്റിക് ഡൈപ്പോളുകൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ അളവാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കൂടിയതിൻ്റെ അർത്ഥം എന്താണ്, ഒരു യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ ഡൈപ്പോളുകൾ ഡെവലപ്പ് ചെയ്തു. ആ ഡൈപ്പോളുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് കുറവെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്, എത്രത്തോളം ആ മെറ്റീരിയൽ മാഗ്നറ്റൈസേഷൻ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു അതിൻ്റെ അളവിനെ കാണിക്കുന്ന ഒരു ടേമാണ്, ഒരു പാരാമീറ്ററാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ എം നമ്മൾ പരിചയപ്പെട്ടു. ആ എം എങ്ങനെയാണ്, എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തുകൊണ്ട് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡൈപ്പോളുകൾ ആയിട്ടാണ് ബന്ധം. അത് ഡൈപ്പോളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് ആ മെറ്റീരിയൽ മാഗ്നറ്റൈസേഷന് നന്നായി വിധേയമായെന്നും അത് നല്ല മാഗ്നറ്റായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അളവ് കാണിക്കുന്ന ടേമാണ് എം. അപ്പോൾ ഈ ഫോർമുല നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഡൈപ്പോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് നമ്മളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇസ് ദി ഡൈപ്പോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം.